Hi, hello. My dear students, today we are starting the analysis of our sample questions for first time exam. This is the part 1 video, first time exam question analysis. We can start with the 10 questions. Today we are discussing 10 questions. Okay? Part 2, Part 3, ഇതിൻ്റെ ബാക്കി 11 മുതലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട കുട്ടികളെ SSLC കുട്ടികൾ ഈ ഫസ്റ്റ് ടൈം എക്സാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ്. നിങ്ങൾ നിങ്ങളുടെ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്ന, അതായത് നിങ്ങളുടെ പബ്ലിക് പരീക്ഷയാണല്ലോ നമ്മുടെ ഫൈനൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പം ആ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫസ്റ്റ് ടൈം എക്സാം. ഇപ്പോൾ ഓരോ എക്സാമും ഫസ്റ്റ് ടൈം എക്സാം, സെക്കൻഡ് ടൈം എക്സാം, ദെൻ മോഡൽ എക്സാം, ദെൻ പബ്ലിക് എക്സാം. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ള ആദ്യത്തെ കടമ്പയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ നിങ്ങൾ നേരിടുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എഴുതേണ്ട ഒരു പരീക്ഷയാണ് ഫസ്റ്റ് ടൈം എക്സാം. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം എക്സാമിലേക്ക് ഇനിയും നമുക്ക് 2-3 ആഴ്ചകൾ കൂടി അവശേഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം എക്സാം ഈ പ്രാവശ്യം നമുക്കറിയാം ഓണം സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ് അല്ലേ, സെപ്റ്റംബർ 5. അതുകൊണ്ട് തന്നെ നമുക്കതിനു മുമ്പ്, അതായത് ഒരു ഓഗസ്റ്റ് 29 നിങ്ങളുടെ വെക്കേഷൻ, അതായത് നിങ്ങളുടെ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ എക്സാം കറക്റ്റ് ഡേറ്റ് വരട്ടെ. അതിനുവേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം എക്സാമിന് ഏതൊക്കെ പോർഷൻസാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. നമ്മുടെ സ്കീം ഓഫ് വർക്ക് ഇതാണ്: ഹ്യൂമനിസം, ദെൻ വെതർ ആൻഡ് ക്ലൈമറ്റ്, ദെൻ in July liberty, equality, fraternity, and from geography text there's climatic regions and climate change. Then in August we have to study there's sociology. Then in the second text, that is geography, consumer satisfaction and protection. Okay, 6 chapters. From social science 1, that is from history book, there are 3 chapters, and from geography text there are 3 chapters. Okay. അപ്പോൾ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചോണം. ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. Then 2 mark questions. We have to write only 2 points. Okay. Then 3 mark questions, 4 mark questions, 5 and 6 mark questions. Okay. Then answer the following questions. Score 1. First question: the dark rain clouds formed in the lower atmosphere are called. The dark rain clouds. There are different types of rain clouds, and you have to write the name of the dark rain cloud. Okay, which is formed in the lower atmosphere. Only one word, only the word. Okay. Second question: which of the following is correct? Which of the following is correct? Correct ആയിട്ടുള്ള അത് മാത്രം നിങ്ങൾ അങ്ങോട്ട് എഴുതുക. റോങ് ആയിട്ടുള്ളൊന്നും എഴുതാൻ പാടില്ല. ഓക്കെ. ഇറാസ്മസ് ഡോണ്ട് കിസ് ഓൺ. ഇസ് ഇറ്റ് കറക്റ്റ്? ദെൻ തോമസ് മോർ ഇൻ പ്രൈസ് ഓഫ് ഫോളി. ദ ഫസ്റ്റ് വൺ ഈസ് ദ നെയിം ഓഫ് റൈറ്റേഴ്സ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് their book. Okay. Miguel de Cervantes, Canterbury Tales. Then Geoffrey Chaucer,
Mille de Caravante Utopia. Is it correct? Then Geoffrey Chaucer Canterbury Tales. Which one is correct? You have to write the correct one. Then third question, find the incorrect statement. You have to choose the incorrect. Correct അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇതിൽ 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. അതിൽ 3 എണ്ണവും കറക്റ്റാണ്. ഒരെണ്ണം മാത്രമേ ഇൻകറക്റ്റ് ഉള്ളൂ. അത് വേണം നിങ്ങൾ എഴുതാൻ. The clergy were exempted from all types of taxes. The clergy were owned large tracts of land in France. The clergy had to pay tithe the common peasants. The clergy levied a tax called tithe on the peasants. Which one is incorrect? Wrong. Okay, you have to write the wrong statement. Then, fourth question. Which of the following is a local wind in North Indian plain? Lu, Chinook, Fohn, Harmattan. All these are local winds. But the question is, which one is the North Indian plain? Which one is the North Indian local wind? Okay, only the name. Then fifth question, the duties such as providing free service for the construction of public roads, waterways, bridges, etc. were primarily accepted from which of the following estate? ഇപ്പോൾ ഫ്രാൻസിലെ 3 എസ്റ്റേറ്റുകളിൽ ഏത് എസ്റ്റേറ്റാണ് പബ്ലിക് റോഡ്, വാട്ടർവേസ്, ബ്രിഡ്ജസ് ഇതൊക്കെ ഫ്രീ സർവീസായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കായിരുന്നു? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് ആൻഡ് ദ ഫോർത്ത് ഓപ്ഷൻ ഈസ് all 3 estates. Which one is correct? ഏത് എസ്റ്റേറ്റാണ് ഈ പറയുന്ന ഫ്രീ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ബാധ്യതപ്പെട്ടവരെ? അത് ആരുടെ ഡ്യൂട്ടി ആയിരുന്നു? ഓക്കെ, അത് ആ പേര് മാത്രം അങ്ങോട്ട് എഴുതുക. 1 മാർക്കേ ഉള്ളെന്ന് നിങ്ങൾ ഓർത്തോണം. 1 മാർക്കിന് ഒരു എക്സ്പ്ലനേഷനും ആവശ്യമില്ല. ഓൺലി ദ വേർഡ്, കറക്റ്റ് വേർഡ്. ദെൻ 2 സ്കോർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 സ്കോറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന് ആൻസറിൽ എത്ര വേർഡ്സ് വരും? 2 വേർഡ്സ് വരും. 6th question. In the Prince Machiavelli portraits an administrator who is different from traditional medieval feudal administrators. Elucidate. In this question, we have to answer 2 points. 2 points. Not 2 words, 2 points. അതായത് പ്രിൻസ് എന്ന് പറയുന്ന മാക്കിയവെല്ലിയുടെ ആ ഒരു വർക്കിൽ, അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്, നമുക്ക് എഴുതി കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ആ അഡ്മിനിസ്ട്രേറ്ററുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് മിഡീവിയൽ ഫ്യൂഡൽ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ളവരുടെ ട്രഡീഷണൽ ഫീച്ചേഴ്സ് അല്ലായിരുന്നു. മാക്കിയവെല്ലി അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീച്ചർ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ 2 ഫീച്ചേഴ്സാണ് നിങ്ങൾ എഴുതേണ്ടത്. മാക്കിയവെല്ലിയുടെ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടാകേണ്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ 2 പോയിന്റ് വരുവേ. ദെൻ 7th question. റൈറ്റ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ വെദർ ആൻഡ് ക്ലൈമറ്റ്. നമ്മുടെ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ വെദർ ആൻഡ് ക്ലൈമറ്റിൻ്റെ ഡിഫറൻസസ് എഴുതാനാണ്. അതും 2 പോയിന്റ് വീതം എഴുതണം. 2 കോളം വരയ്ക്കുക. വെദർ, ക്ലൈമറ്റ്. വെദറിന് 2 പോയിന്റ്, ക്ലൈമറ്റിന് 2 പോയിന്റ്. ഓക്കെ. ദെൻ 8th question. ഐഡൻറ്റിഫൈ ദ ഓതർ ആൻഡ് വർക്ക് ബേസ്ഡ് ഓൺ ദ ക്ലൂ. തന്നിരിക്കുന്ന ക്ലൂ അനുസരിച്ച് ഓതറിനെയും അദ്ദേഹത്തിൻ്റെ വർക്കും അദ്ദേഹത്തിൻ്റെ ബുക്കും ഏതാണെന്ന് എഴുതണം. അപ്പം അത് നമ്മൾ വേർഡ്സിൽ എഴുതിയാൽ മതി. റോട്ട് അബൌട്ട് ഇമാജിൻഡ് പിൽഗ്രിമേജ് ത്രൂ ഹെൽ, പിഗേറ്ററി ആൻഡ് പാരഡൈസ്. ആരാണ് ഹെല്ലും പിഗേറ്ററിയും പാരഡൈസും വിസിറ്റ് ചെയ്യുന്നതായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരും എഴുതണം, ആ റൈറ്ററുടെ പേരും എഴുതണം. ഓക്കെ. വർക്ക് റിഫ്ലക്ട് ഹ്യൂമൻ ഇമോഷൻസ്, പേട്രിയോട്ടിസം ആൻഡ് ലോങ്ങിങ്സ് ഫോർ എ യൂണിഫൈഡ് ഇറ്റലി. ഒരു യൂണിഫൈഡ് ഇറ്റലിക്ക് വേണ്ടിയുള്ള ഹ്യൂമൻ ഇമോഷൻസും പേട്രിയോട്ടിസവും ലോങ്ങിങ്സും കാണിക്കുന്ന ഒരു വർക്ക് ഒരാൾ എഴുതിയിട്ടുണ്ട്. ആ റൈറ്റർ ആരാണ്, ആ വർക്ക് ഏതാണ്? ഇത് 2 എഴുതണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? 2 സ്കോർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു വേർഡ് എഴുതുന്നതിന് 1/2 മാർക്കേ ഉള്ളൂ കേട്ടോ. 1/2 മാർക്കേ ഉള്ളൂ. ഓതറിൻ്റെ പേരുകൾ എഴുതുന്നതിന് 1/2 മാർക്ക്. വർക്കിൻ്റെ പേര് എഴുതുന്നതിന് 1/2 1 മാർക്ക്. 1 + 1 2 മാർക്ക്.
Ninth question, describe the reforms passed by the National Assembly after the fall of Bastille. ബാസ്റ്റൈൽ prison fall ചെയ്ത് കഴിഞ്ഞ് നാഷണൽ അസംബ്ലി, അതായത് നമ്മുടെ തേർഡ് എസ്റ്റേറ്റ് ആണല്ലോ നാഷണൽ അസംബ്ലി, അവർ കുറച്ച് റീഫോംസ് എഴുതിയുണ്ടാക്കി അല്ലേ, അതേതാണ്? ദെൻ അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 points എങ്കിലും മിനിമം എഴുതുക. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ യു ക്യാൻ റൈറ്റ്, ബട്ട് മിനിമം 2 points. Then 10. Conventional rainfall is common in equatorial region. Explain the reasons. കൺവെക്ഷണൽ റെയിൻഫോളിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള റെയിൻഫോൾ നമുക്കറിയാം ആഫ്റ്റർനൂൺ ആണ് അത് പെയ്യുക. അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള റെയിൻഫോൾ കോമൺ ആയിരിക്കും എവിടെ? ഇക്വറ്റോറിയൽ റീജിയൻ, ഇന്തോനേഷ്യ പോലെയുള്ള ഇക്വറ്റോറിയൽ റീജിയൻ. വൈ അതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് കൺവെക്ഷണൽ റെയിൻഫോൾ ഇക്വറ്റോറിയൽ ഏരിയയിൽ ഉണ്ടാകുന്നു? അപ്പോൾ ഇക്വറ്റോറിയൽ ഏരിയയുടെ എന്തൊക്കെയോ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ഫീച്ചേഴ്സാണ് ഇങ്ങനെ കൺവെക്ഷണൽ റെയിൻഫോൾ അവിടെ ഡെയിലി ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ആ റീസൺസ് 2 points എങ്കിലും നിങ്ങൾ മിനിമം എഴുതുക. യു ക്യാൻ റൈറ്റ് മോർ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ 10 questions ആണ് നമ്മൾ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 10 questions നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ആൻസറും ബാക്കി ക്വസ്റ്റ്യൻസും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു. നിങ്ങൾ ഇതിൻ്റെ ആൻസർ തയ്യാറാക്കുക. അതിനുശേഷം വേണം നിങ്ങൾ ടീച്ചറുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് വരാൻ. അത് നമുക്ക് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആൻസറുമായിട്ട് നിങ്ങൾ എത്തുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതിക്കൊണ്ട് വരിക. ടീച്ചർ ആൻസർ തരുമ്പോൾ നിങ്ങൾ ടിക്ക് ഇടുക, മാർക്ക് ഇടുക. ഓക്കെ, അപ്പം നമുക്ക് നാളത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ സ്കോർ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കോർ കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് വേണം നാളത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എത്താൻ. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.